എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ മുട്ട കൊണ്ട് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ കേട്ടോ. 5 മുട്ടയാണ് ഞാൻ എടുത്തേക്കണത്. ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തേക്കണം. 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, വേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാം കൂടി ഇട്ട് കൊടുത്തേക്കാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തേക്കാണ്. അതിനകത്തേക്ക് സവോളയൊക്കെ വാടിയിട്ടുണ്ട്. 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക്, 1/2 ടീസ്പൂൺ മസാലയൊക്കെ ഇട്ട് കൊടുത്തേക്കണം. ഉരുളക്കിഴങ്ങ് 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കണം. 2 സ്പൂണ് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിങ് റെഡി ആയിട്ടുണ്ട്. 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് 1 സ്പൂണ് കൊണ്ട് നല്ലോണം മുട്ട ഞാൻ ഇതുപോലെയാണ് മുറിച്ച് വെച്ചേക്കണേ. ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് എടുത്ത് പരത്തിയിട്ട് മുട്ട മുകളിൽ വെച്ച് റോള് പോലെയാക്കുക. ശരിക്കും നല്ലോണം പ്രസ് ചെയ്ത് റോള് പോലെയാക്കുക കേട്ടോ. ഒരു കടായി വെച്ച് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തേക്കാണ്. മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്ത് സൺഫ്ലവർ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാൻ കേട്ടോ. നല്ലോണം പ്രസ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്ത് വെളിച്ചെണ്ണയിലേക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കുക. എല്ലാവരും ഇതുപോലെയാണ് കേട്ടോ ഞാൻ മുരിച്ചെടുത്തേക്കണേ. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഞാൻ പൊരിച്ചെടുക്കുകയാണ്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പലഹാരമാണ്. ഇതുപോലെയാണ് ഞാൻ പലഹാരം ഉണ്ടാക്കിയത്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.